മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടൊക്കെ വരുമ്പോൾ ഭർത്താക്കന്മാർ സ്ഥിരമായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ ഒരു ഈർക്കിലെടുത്ത് പോലും അടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയും. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ നമ്മുടെ തളത്തിൽ ദിനേശന്മാരുടെ കാര്യം പ്രസക്തമാവുന്നത്. ഭാര്യമാരെ അവരുടെ സാഹചര്യങ്ങളിലുള്ള ചില സാങ്കല്പിക കഥാപാത്രങ്ങളുമായി ചേർത്ത് വെച്ച് അവരുടെ ചാരിത്രത്തെക്കുറിച്ച് സംശയിക്കുക, അവരെ ചേർത്ത് വെച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കുക, ആ കഥകൾ പറഞ്ഞ് ഭാര്യയുടെ ഡിഗ്നിറ്റിയെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക. ഇതൊന്നും പോരാതെ ഭാര്യയെ അനാവശ്യമായി പിന്തുടരുക, ഭാര്യ പോകുന്നിടത്തെല്ലാം അവരറിയാതെ പിന്തുടരുക, അവരുടെ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടുക, രാത്രിയിൽ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒളിഞ്ഞിരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അതുപോലെ ഇവരുടെ സാങ്കല്പിക കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ച് ഭാര്യയുടെ ചാരിത്രത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക. ഇതെല്ലാം ആ സ്ത്രീക്കുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടിൻ്റെ ആഴം വളരെ കൂടുതലാണ്. ഏതൊരു സ്ത്രീക്കും, അത് ഭാര്യ എന്ന രീതിയിലായാലും സഹോദരി എന്ന രീതിയിലായാലും മറ്റേതെങ്കിലും രീതിയിലായാലും, അവർക്ക് ആത്മാഭിമാനത്തോടുകൂടി, അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്ത് ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിൽ അവർക്കുള്ളൊരു റെമഡി, അവർക്കുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഡിവോഴ്സാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു വെച്ചു.